പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ പലതിന്റെയും ജീർണിച്ച ഭാഗങ്ങൾ ദിനംപ്രതി പൊളിഞ്ഞു വീഴുകയാണ്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലംപതിക്കാറായ സ്ഥിതിയിലാണ്. വലിയ ദുരന്തമുണ്ടായാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളായി പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന നീലേശ്വരം രാജാ റോഡ് സ്ഥലമേറ്റെടുക്കലിന്റെ വിജ്ഞാപനം വന്നതോടെ ഏവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്കും ഭൂമിക്കും പ്രതിഫലം നൽകിയാൽ മാത്രമേ ഇവ പൊളിച്ചു മാറ്റാൻ കഴിയൂ എന്നതും തുടർന്നുണ്ടായ കാലതാമസവുമാണ് കെട്ടിടങ്ങൾ അപകട ഭീഷണിയായി നഗരമധ്യത്തിൽ തന്നെ തുടരാൻ കാരണം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെയാണ് നടക്കാൻ വരുന്ന ഒരാൾ അതിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ റോഡ് താഴേക്ക് വന്ന് പതിച്ചത്. അത് സെക്കൻഡ് ഒരു തലനാരക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. കാരണം വളരെ ദുർഘടാവസ്ഥയിൽ കളയാണ്. ഇപ്പം ഇഷ്ടംപോലെ രാജാസ് ഹൈസ്കൂളിൻ്റെ സമീപം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുട്ടികൾ നടന്നു പോകുന്ന ഈ വഴി കൂടിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്നത്. അത് മാത്രമല്ല ചായവും സ്കൂളിലേക്കുള്ള സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവിടെ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് തൊട്ട് താഴെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം അത് ആ സമയത്ത് കാറ്റോ ഒന്നും വേണ്ട, ചെറുതായിട്ട് ചെറിയൊരു അനക്കം മതി. ഓട് താഴേക്ക് നേർക്ക് ഏടും തട്ടാനൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ വന്ന് പതിക്കുകയാണ്. പതിക്കുന്ന സമയത്ത് വലിയൊരു ദുരന്തമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. മുകളിൽ നിന്ന് പറഞ്ഞാൽ ആ കഴുക്കോലൊക്കെ മുഴുവൻ ഒടിഞ്ഞൊരവസ്ഥയിലാണ്. അത് എപ്പോൾ വേണേലും നിലമ്പുത്താവുന്ന അവസ്ഥയിലാണ്. ഒരു വലിയൊരു പ്രശ്നം, ഒരു വലിയൊരു ദുരന്തം ഇവിടുത്തെ അധികാരികൾ കണ്ടില്ല എന്നടിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശക്തമായ തീരുമാനം എടുത്ത് ഇതൊരു പൊളിച്ചു മാറ്റുമോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടിയെടുക്കണമെന്നാണ് കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയാവുകയും നഗരസഭയോട് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് നഗരസഭ അപകടകരമായ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ കീഴിലൂടെയാണ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതും ഈ കെട്ടിടത്തിന് സമീപമാണ്. അതുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടാകും മുൻപ് റോഡിലേക്ക് വീഴാറായ മേൽക്കൂരകളെങ്കിലും നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.